നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും, അനുഭാവമായിരിക്കും അവരെ മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ്റെ കീഴിലേക്ക്, ഒരു സിസ്റ്റത്തിന് കീഴിലേക്ക് അവരെ എത്തിക്കുക എന്നത്. അങ്ങനെ ഒരധ്യാപകനെങ്കിലും ഒരു കുഞ്ഞിന് കിട്ടുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ പരമാവധി കഴിവുകൾ പുറത്തെടുക്കാൻ ആ കുഞ്ഞിന് സാധിക്കും. ഒരു അധ്യാപകൻ്റെ മുന്നിലേക്ക് വരുന്ന 30 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ 30 കുട്ടികളും വ്യത്യസ്ത കഴിവുകളുള്ളവരായിരിക്കും. അവരുടെ സ്ട്രെങ്ത് ഏരിയ ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഏരിയ ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ എല്ലാവരിലും ഒരേ ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നു, അധ്യാപകർ പ്രതീക്ഷകൾ വയ്ക്കുന്നു, ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. അപ്പോൾ ആ നിർദ്ദേശം പാലിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ട്രെങ്ത്തുള്ള കുട്ടികൾ അവിടെ വിജയിക്കുകയും അംഗീകരിക്കപ്പെടുകയും അതിന് പറ്റാത്ത കുട്ടികൾ തനിക്കൊന്നും അറിയില്ല, എനിക്ക് ഭാവിയില്ല എന്ന ഒരു നെഗറ്റീവ് തോട്ടോടുകൂടി അവർ വളരുകയും പിന്നീടത് അവരുടെ ഭാവിക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടിയുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുഞ്ഞിനെ മനസ്സിലാക്കാൻ കഴിവുള്ള, അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലുള്ള ഒരാളാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ കുട്ടിയെയും കൂട്ടി അധ്യാപകൻ്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇവൻ പഠിക്കുന്നില്ല, ഇവൻ ഒരുപാട് മാറാനുണ്ട്, കുട്ടി ശരിയില്ല, നിങ്ങൾ നോക്കണം എന്നൊക്കെ രീതിയിലുള്ള കമൻ്റാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ അതിനർത്ഥം തൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അധ്യാപകനല്ല അതെന്നാണ്. അതേ സമയത്ത് നല്ല മോനാണ്, ഇവന് ഒരുപാട് കഴിവുകളുണ്ട്, ഇന്ന ഏരിയയിൽ നമുക്ക് ഇവനെ വളർത്താം എന്ന രീതിയിൽ കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കി, എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു ഏരിയയിൽ കഴിവുണ്ടാവും, അത് മനസ്സിലാക്കി ആ മേഖലയിലേക്ക് കുട്ടിയെ വളർത്താൻ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലുള്ള ഒരാളാണ്. ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഒരുപാട് രക്ഷിതാക്കൾ കുഞ്ഞിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി അത്രമേൽ അധ്വാനിക്കുന്നുണ്ട്, അത്രമേൽ പണം വ്യയം ചെയ്യുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല. റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആരുടെ കീഴിലാണോ ഒരാൾ എത്തിപ്പെടുന്നത് അവരുടെ കഴിവുകളെയും അവരുടെ പരിമിതികളെയും തിരിച്ചറിയാനും മനസ്സിലാക്കാനും അനുഭാവപൂർവം അതിന് എവിടെയാണോ പരിഹാരം വേണ്ടത് ആ പരിഹാരത്തിന് അനുഭാവപൂർവം ഇടപെടാനും കഴിവുള്ളവരാവണം. ഇടപെടാൻ എംപതറ്റിക്കലായിട്ട് അനുഭാവപൂർവം ഇടപെടാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ അത്യാവശ്യമാണ്. ഇത് അധ്യാപനത്തിലും വിദ്യാർത്ഥി ജീവിതത്തിലും മാത്രമല്ല, നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ പരിമിതികളെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കാൻ കഴിയുന്ന, നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭർത്താവാണ് നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്രമേൽ മനോഹരമായിരിക്കും. ഒരു ഹസ്ബൻഡാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ എന്തുമാത്രം ജോലി ഭാരമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എന്തുമാത്രം പ്രയാസങ്ങളുണ്ട്, അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരാളുടെ ജീവിതത്തിലും അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ, തന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് തൻ്റെ കൂടെയുള്ളതെങ്കിൽ ജീവിതം അത്രമേൽ മനോഹരമാക്കാൻ സാധിക്കും. ഈ ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, എനിക്ക് ചുറ്റുമുള്ളയാൾ എന്നെ മനസ്സിലാക്കിയെങ്കിൽ എന്ന്, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കിയെങ്കിൽ എന്ന്, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കിയെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് വിജയിക്കാനുള്ള 7 സ്കില്ലുകൾ പറയുന്നുണ്ട്, 7 ഹാബിറ്റുകൾ പറയുന്നുണ്ട് സ്റ്റീഫൻ ആർ കോവേ. അതിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഹാബിറ്റ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ
നമ്മെ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, അവരുടെ കഷ്ടപ്പാടുകളെ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നാം മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളോടുള്ള പെരുമാറ്റം, അവർ നമ്മളോടുള്ള റിയാക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആയിത്തീരും. ഈ ഒരു ബിഹേവിയർ നിങ്ങളുടെ സ്വഭാവത്തിലേക്ക്, നിങ്ങളുടെ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുക. അപ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കുന്ന അത്ഭുതകരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് മാറ്റിയിട്ട് പുതിയ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.